എല്ലാ പ്രിയപ്പെട്ടവർക്കും മോബ്ലെസ് ചാനലിൻ്റെ ദൈവവചന ചിന്തകളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ടുള്ള ദൈവവചന ചിന്ത എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനുള്ള ദൈവവചനം 30-ാമത്തെ സങ്കീർത്തനമാണ്. 30-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തെ വാക്യം എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വാക്യമാണ്. ഇന്ന് ആ വാക്യത്തിലൂടെ ദൈവവചനം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിന് എല്ലാവരും പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിലായിരിക്കുവാൻ ദൈവാത്മാവിൽ ശരണപ്പെട്ടുകൊണ്ട് ഉദ്ബോധിപ്പിക്കുന്നു. 30-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, നീ എൻ്റെ പരുക്കൻ വസ്ത്രം അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 30-ാമത്തെ സങ്കീർത്തനം എഴുതിയത് ഇസ്രായേലിൻ്റെ രാജാവായ ദാവീദാണെന്ന് ആ സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗം തന്നെ എഴുതിയിട്ടുണ്ട്. ഈ സങ്കീർത്തനം ദൈവത്തിന് സ്തോത്രം വളരെ ദാരുണമായ മരണങ്ങൾ നടക്കുന്ന ഒരു രാജ്യത്ത് രാജാവായ ദാവീദ്, കാരണം 70,000-ഓളം ആളുകൾ ഒരു ദിവസം കൊല്ലപ്പെട്ട ഒരു സംഭവം ആ രാജ്യത്ത്, ഇസ്രായേൽ രാജ്യത്തുണ്ടായി. അവിടുത്തെ രാജാവായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ പറ്റിയ ഒരു തെറ്റു മൂലമാണ് ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നത്. ദൈവത്തിൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ചെയ്തുപോയ, അല്ലെ തൻ്റെ മനസ്സിൽ ചെയ്തുപോയ തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് ദാവീദ് പശ്ചാത്തപിക്കുന്ന ഒരു സങ്കീർത്തനം കൂടിയാണ് 30-ാമത്തെ സങ്കീർത്തനം. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം 2 ശമൂവേൽ 24-ാമത്തെ അധ്യായത്തിൽ ഈ സങ്കീർത്തനത്തിൻ്റെ ചരിത്രത്തെ പറ്റിയും ഈ സങ്കീർത്തനം രചിക്കുവാനിടയായ കാലഘട്ടത്തെ പറ്റിയും വളരെ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇപ്രകാരമാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കൊക്കെയും ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാകുമ്പോൾ, നമുക്ക് കുറച്ച് സുഖ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാം ഞാനും എൻ്റെ കുടുംബവും അല്ലെങ്കിൽ ഞാനും എൻ്റെ മക്കളുടെയും കഴിവാണ് എന്ന് എപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ ഈ ദാവീദിന്റെ ജീവിതത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. ദാവീദ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജധാനിയിലേക്ക് യഹോവ എത്തിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ ദൈവമാണ് ദാവീദിനെ വഴി നടത്തുകയെന്നുള്ള ചിന്ത ഒരു സമയത്ത് ദാവീദ് മറന്നുപോയി. എന്നാൽ ദാവീദ് തൻ്റെ പ്രശ്നങ്ങൾ മറക്കുമ്പോഴൊക്കെ ദൈവത്തോട് അടുത്ത് ചെന്ന് പശ്ചാത്തപിച്ച് അനുഗ്രഹം പ്രാപിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമ്മൾ ചെയ്യാറില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു പോരായ്മ. പലപ്പോഴും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പറ്റുമ്പോൾ അതിനെ അങ്ങ് മറന്നു കളയുവാനാണ് നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുള്ളത്. എന്നാൽ ഈ ദാവീദ് രാജാവ് എപ്പോഴും ദൈവത്തോട് കൂടെ നടക്കുവാനും ചേർന്ന് നിൽക്കുവാനാണ് ദാവീദിന് ഏറെ ഇഷ്ടം. അതുകൊണ്ട് ദാവീദിനെ ദൈവം പലപ്പോഴായി ഉയർത്തുന്നതായി വേദപുസ്തകം അവിടെ സാക്ഷിക്കുന്നുണ്ട്. ഇവിടെ ഒരു വലിയ പ്രശ്നത്തിലൂടെ ദാവീദ് കടന്നു പോവുകയാണ്. തൻ്റെ അവിടുത്തെ രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതും അവിടുത്തെ യുദ്ധങ്ങൾ ജയിക്കുന്നതുമെല്ലാം യഹോവ മുൻപിൽ നിന്നുകൊണ്ട് ദാവീദിനെ സഹായിക്കുന്നുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യഹോവയുടെ ഉദ്ദേശം അനുസരിച്ചാണ് അവിടുത്തെ രാജ്യഭരണം ദാവീദിന്റെ ഭരണം വരെ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഒരു സമയത്ത് ദാവീദിന് തോന്നി, ദൈവത്തിന് സ്തോത്രം, ഈ വിജയങ്ങളെല്ലാം ഉണ്ടായത് എൻ്റെ ബാഹുബലം കൊണ്ടും എൻ്റെ സൈന്യബലം കൊണ്ടും ഒക്കെയാണെന്ന് ദാവീദ് അങ്ങ് വിചാരിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദാവീദ് തൻ്റെ നായകനായ യോബാബിനോട് പറയുകയാണ്, ഈ രാജ്യത്തെ, യഹൂദ ഇസ്രായേൽ രാജ്യത്തെ, ദാൻ മുതൽ ബർശേബ വരെയുള്ള സ്ഥലത്തെ ജനങ്ങളുടെ കണക്ക് ഒന്ന് എടുക്കണം എന്ന് പറയുകയാണ്. നമുക്കറിയാം, ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻസസ് എടുക്കുവാനായിട്ട് തൻ്റെ സേനാനായകനെ ദാവീദ് ചുമതലപ്പെടുത്തുകയാണ്. അങ്ങനെ പക്ഷേ അപ്പോൾ അവിടുത്തെ സേനാനായകൻ പറയുന്ന ഒരു കാര്യമുണ്ട്: യഹോവ അതിനപ്പുറവും ചെയ്തു തരുമല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഇതെന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിലും രാജകൽപ്പനയെ ധിക്കരിക്കാതെ അദ്ദേഹം, സേനാനായകൻ, ഈ കണക്കുകൾ എടുക്കുവാൻ വേണ്ടി ആ രാജ്യത്തൂടെ പോവുകയാണ്. അവിടുത്തെ കണക്കുകൾ എടുത്ത് രാജാവിന് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ദാവീദ് രാജാവിന്റെ ഉള്ളിൽ ഒരു കുത്തുകൊണ്ടു. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോഴും, അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളിൽ നമ്മൾ പോയി ചാടുമ്പോഴും അങ്ങനെ അല്ലായിരുന്നു, അത് വേണ്ടായിരുന്നു, ദൈവത്തിന് അത് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നി നമുക്ക് ഉള്ളിൽ ഒരു കുത്ത് കൊള്ളാറുണ്ട്. ദൈവവചനം ഉള്ളിലുള്ളവർക്ക് ആ കുത്തൽ അനുഭവപ്പെടുന്നു എന്നത് യാഥാർത്ഥ്യമായ കാര്യമാണ്. അങ്ങനെ ദാവീദിന്റെ ജീവിതത്തിലും ഹൃദയത്തിൽ ഒരു കുത്ത് ഉണ്ടായി. ഞാൻ ചെയ്തത് ശരിയാണോ എന്നുള്ള ഒരു വൈമനസ്യം അദ്ദേഹത്തിനുണ്ടായി. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം അന്നത്തെ പ്രവാചകനായ
ഗാദ് പ്രവാചകൻ അദ്ദേഹത്തിനടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ യഹോവയുടെ ആലോചന പ്രവാചകൻ ദാവീദിനോട് പറയുകയാണ്. 3 കാര്യങ്ങൾ ദാവീദിനോട് പറയുന്നതായി 2 ശമൂവേൽ 24 അധ്യായത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അതും കൂടെ ഈ സങ്കീർത്തനം പഠിക്കുന്ന കൂട്ടത്തിൽ അതും കൂടെ വെച്ച് പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം, യഹോവയ്ക്ക് ഇത് അനിഷ്ടമായി തോന്നി, അതുകൊണ്ട് ഇതിനൊരു ശിക്ഷ അദ്ദേഹം രാജാവിന് കൽപ്പിക്കുകയാണ്. എന്നാൽ ഗാദ് പ്രവാചകൻ പറഞ്ഞു, അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്ത്, ഈ ഒരു ദേശത്ത് വലിയ ഒരു മഹാമാരിയെ മഹാമാരി ഉണ്ടാവുകയാണ്. ഏകദേശം 70,000 പേരോളം ഒരു ദിവസം അവിടെ മരണത്തിന് കീഴ്പ്പെടുകയാണ്. നമുക്കറിയാം, ഒരു രാജ്യത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടുത്തെ രാജാവിനും ജനങ്ങളുടെ മേൽ ഉത്തരവാദിത്തമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദാവീദ് കമിഴ്ന്ന് വീണ് ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അതിനൊരു ഉപാധി അവിടെ ഗാദ് പ്രവാചകൻ പറയുകയാണ്. അവിടെ ഒരു യാഗപീഠം പണിത് അവിടെ ഒരു ആരാധന നടത്തുവാനായിട്ട് ദാവീദ് ഒരുങ്ങുമ്പോൾ ദൈവം ദാവീദിനോട് ക്ഷമിക്കുന്നതായ ഒരവസ്ഥയാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ 30-ാമത്തെ സങ്കീർത്തനത്തിൽ എന്നെ ഏറെ ചിന്തിപ്പിച്ച 3 കാര്യങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു എന്നാണ് ഒന്നാമതായി ആ ദൈവത്തിന് സ്തോത്രം ആ ഒരു സങ്കീർത്തനം തുടങ്ങുന്നത്. അപ്പോൾ ദാവീദ് ദൈവത്തെ പുകഴ്ത്തുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ ദാവീദിന് 3 കാരണങ്ങളെ ദൈവത്തിന് സ്തോത്രം അവിടെ നിർത്തുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. 3 കാര്യങ്ങള് ദാവീദ് അവിടെ പറയുന്നുണ്ട്. ഒന്നാമതായി ദാവീദ് പറയുന്നതാണ്, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സന്തോഷിക്കാൻ നീ ഇടയാക്കിയതുമില്ല. ഒന്ന് ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദാവീദ് പറയുകയാണ്, യഹോവ ദാവീദിനെ ഉദ്ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, മറ്റൊരു സ്ഥലത്ത് ദാവീദ് പറയുന്നുണ്ട്, നാശകരമായ കുഴിയിലാണ് ഞാൻ കിടന്നത്, കുഴഞ്ഞ ചേറ്റിലാണ് ഞാൻ കിടന്നത്, അവിടെ നിന്നും യഹോവ എന്നെ കൈപിടിച്ച് ഉയർത്തിയതാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്നെ ഉദ്ധരിച്ച ആ ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ട് ദാവീദ് എഴുതിയ ഈ ഒരു സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുകയാണ്, ദൈവത്തെ പുകഴ്ത്തുന്നതിന്റെ ഒന്നാമത്തെ കാരണം, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സന്തോഷിക്കുവാൻ നീ ഇടയാക്കിയതുമില്ല. രണ്ടാമതായി, എൻ്റെ ദൈവമായ യഹോവയെ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കി. ദൈവത്തിന് സ്തോത്രം. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ സൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നമ്മളെ പല ആപത്തിൽ നിന്നും ദൈവം നമ്മെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അതിനൊക്കെ ദൈവത്തിന് സ്തുതി കരയേറ്റുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇവിടെ ഇസ്രായേലിന്റെ രാജാവായ ദാവീദ് പറയുകയാണ്, ഞാൻ എൻ്റെ രോഗത്തെ മാറ്റിയ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു എന്ന് പറയുകയാണ്. അതായത് മൂന്നാമതായി അവിടെ പറയുകയാണ്, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു, ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തെ ആ ഒരു പദം വളരെ പ്രാധാന്യമുള്ളതാണ്. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്നും കരയേറ്റിയിരിക്കുന്നു. പാതാളം എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ ഒരു അവസ്ഥയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മരണത്തിൻ്റെ അവസ്ഥകൾ കടന്നു വന്നപ്പോൾ ദൈവം നമ്മെ എത്രയോ പ്രാവശ്യം രക്ഷിച്ചിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം നമ്മളെ കരുതിയിട്ടുണ്ട് എന്ന് നമ്മൾ വിസ്മരിച്ചു പോകരുത്. ഈ 3 കാര്യങ്ങളാണ് ദൈവത്തിന് സ്തോത്രം ദാവീദ് ദൈവത്തിനെ പുകഴ്ത്തുന്നതിന് കാരണമായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, അവസാനം ഈ 11-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തന്നു. ഏകദേശം 70,000 പേരോളം ഒരു ദിവസം മരിച്ചു വീണ ഒരു രാജ്യത്തെ വിലാപം, ആ വിലാപം എല്ലാം കഴിഞ്ഞ് ദൈവം അതിനെ ക്ഷമിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ എഴുതിയ ഈ ഒരു 30-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുകയാണ്, എൻ്റെ വിലാപത്തെ നീ എനിക്ക് നൃത്തമാക്കി തന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാലും ദൈവം നമ്മുടെ വിഷമങ്ങളെല്ലാം സന്തോഷമാക്കി തരാനുള്ള ഒരു ഉപാധി ദൈവത്തിനുണ്ട്. ദൈവം നമ്മളെ മക്കളെ പോലെ കരുതുന്ന ദൈവത്തിന് നമ്മൾ വിഷമിക്കുന്ന ഒരിക്കലും ദൈവത്തിന് ഇഷ്ടമല്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, മക്കളെങ്കിലും അവകാശികളാകുന്നു എന്ന് പുതിയ നിയമം പറയുമ്പോൾ നമ്മൾ ഓർക്കുക, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ പതറിപ്പോരുത്. ദൈവത്തിന് മുമ്പാകെ ഉറച്ചു നിൽക്കുവാൻ ദാവീദിനെ പോലെ നമ്മുടെ ജീവിതത്തിന് സാധിക്കണമെന്ന് ഈ വേദപുസ്തകത്തിലെ ഈ 30-ാമത്തെ സങ്കീർത്തനം നമ്മെ ഓർപ്പിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം.
മരണകരമായ രോഗാവസ്ഥയിൽ നിന്ന് ദാവീദിനെ രക്ഷിച്ച ദൈവത്തിന് സ്തോത്രം. രോഗത്തിൽ നിന്ന് സൗഖ്യത്തിലേക്കുള്ള ആ വളരെ വലിയ ദൈവത്തിന് സ്തോത്രം, ആ ഒരു അവസ്ഥ ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ദാവീദ് ദൈവത്തെ പാടി പുകഴ്ത്തുകയാണ്. പിന്നെ എനിക്ക് 2 ശമൂവേൽ 24 അധ്യായത്തിൽ എന്നെ സ്വാധീനിച്ച മറ്റൊരു കാര്യമുണ്ട്. കാരണം ഇതിന് ഒരു ഉപാധിയായി തൻ്റെ ജീവിതത്തിൽ അങ്ങനെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഒരു യാഗം കഴിക്കുവാനായിട്ട് ഗാദ് പ്രവാചകനിലൂടെ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രാപിച്ച ദാവീദ്, ദൈവത്തിന് സ്തോത്രം, ദാവീദ് യബൂസ്യനായ അരമയുടെ കളം വിലയ്ക്ക് വാങ്ങുന്നതായി വേദപുസ്തകത്തിൽ അവിടെ ആ 24 അധ്യായത്തിൽ പറയുന്നുണ്ട്. അവിടെ വിലയ്ക്ക് വാങ്ങാൻ ചെന്നപ്പോൾ നമുക്കറിയാം, ഒരു ഭൃത്യന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു രാജാവ് ഒരാളുടെ അടുത്ത് എന്ന് വെച്ച് എനിക്ക് യാഗം കഴിക്കാൻ സ്ഥലം തരണമെന്ന് പറഞ്ഞാൽ വളരെ ഫ്രീ ആയിട്ട് അത് നമ്മൾ രാജാവിന് കൊടുക്കും. എന്നാൽ ദൈവത്തിന് സ്തോത്രം, എന്നാൽ ദാവീദ് പറയാണ്, എനിക്ക് വിലയ്ക്ക് മതി ആ സ്ഥലം, ആ യാഗം കഴിക്കുവാനുള്ള സ്ഥലം, ആ ഒരു സ്ഥലം ഒരാളോട് ചോദിക്കുമ്പോൾ ആ സ്ഥലം എനിക്ക് വിലയ്ക്ക് മതി എന്ന് ദാവീദ് പറയുകയാണ്. കാരണം വില കൊടുക്കാതെ ആരാധിക്കുവാൻ, ദൈവത്തിന് വേണ്ടി വില കൊടുക്കുന്ന ഒരു ദാവീദിനെയും നമുക്കവിടെ കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമ്മൾ ഓരോരുത്തരും ഓർക്കുക, ദൈവത്തിന് വേണ്ടി വില കൊടുക്കുന്ന ഞാനും നിങ്ങളും ദൈവത്തിന് വേണ്ടി വില കൊടുക്കുവാൻ തയ്യാറായാൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. 30-ാമത്തെ സങ്കീർത്തനം 11-ാമത്തെ വാക്യത്തിൽ നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തന്ന ഒരു ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ ഇത്രയും കാലത്തെ ജീവിതത്തിൽ നമ്മൾ എത്രയോ അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കാം നാളത്തെ ജീവിതം ഒരു പക്ഷേ ഇങ്ങനെയാണോ, അല്ലെങ്കിൽ എനിക്കെന്താണ് ഇങ്ങനെ വന്നത് എന്നൊക്കെ പറയും. പക്ഷേ നാളെ രാവിലത്തെ ഒരു അന്തരീക്ഷമല്ല ദൈവം നമുക്ക് വൈകുന്നേരം നൽകുന്നത്. കാരണം രാവിലത്തെ അവസ്ഥകളിൽ നിന്നൊക്കെ ദൈവം നമുക്ക് മാറ്റം വരും. നമ്മൾ പ്രാർത്ഥിക്കും തോറും, നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്തിരുന്നും തോറും ദൈവം നമ്മെ കൂടുതൽ നമ്മളിലേക്ക് അടുത്ത് വരികയും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിരാശകളും എല്ലാം മാറി പ്രത്യാശയുള്ള ഒരു ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുമെന്നതിൽ തർക്കമില്ല. 30-ാമത്തെ ഈ ഒരു സങ്കീർത്തന ഭാഗത്തിൽ നിന്ന് ഇത്രയും നേരവും ദൈവത്തിനെ സംസാരിക്കുവാൻ ബലഹീനായ എന്നെ ബലപ്പെടുത്തിയ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ദൈവവചനം ആദ്യമായി പഠിച്ചിട്ടില്ല. എനിക്ക് ദൈവം തരുന്ന വചനങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്ക് ഉള്ള കമന്റുകൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാം ജീവിതത്തിൽ രട്ടെടുക്കേണ്ട അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. അതെല്ലാം മാറ്റി ദൈവം നമ്മെ ആനന്ദ നൃത്തത്തിലേക്ക്, ആനന്ദ സ്തോത്രഗാനങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും മോബ്ലെസ് ചാനലിൻ്റെ ദൈവവചന ചിന്തകളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ടുള്ള ദൈവവചന ചിന്ത എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനുള്ള ദൈവവചനം 30-ാമത്തെ സങ്കീർത്തനമാണ്. 30-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തെ വാക്യം എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വാക്യമാണ്. ഇന്ന് ആ വാക്യത്തിലൂടെ ദൈവവചനം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിന് എല്ലാവരും പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിലായിരിക്കുവാൻ ദൈവാത്മാവിൽ ശരണപ്പെട്ടുകൊണ്ട് ഉദ്ബോധിപ്പിക്കുന്നു. 30-ാമത്തെ സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, നീ എൻ്റെ പരുക്കൻ വസ്ത്രം അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 30-ാമത്തെ സങ്കീർത്തനം എഴുതിയത് ഇസ്രായേലിന്റെ രാജാവായ ദാവീദാണെന്ന് ആ സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗം തന്നെ എഴുതിയിട്ടുണ്ട്. ഈ സങ്കീർത്തനം ദൈവത്തിന് സ്തോത്രം വളരെ ദാരുണമായ മരണങ്ങൾ നടക്കുന്ന ഒരു രാജ്യത്ത് രാജാവായ ദാവീദ്, കാരണം 70,000-ഓളം ആളുകൾ ഒരു ദിവസം കൊല്ലപ്പെട്ട ഒരു സംഭവം ആ രാജ്യത്ത്, ഇസ്രായേൽ രാജ്യത്തുണ്ടായി. അവിടുത്തെ രാജാവായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ പറ്റിയ ഒരു തെറ്റു മൂലമാണ് ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നത്. ദൈവത്തിൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ചെയ്തുപോയ, അല്ലെ തൻ്റെ മനസ്സിൽ ചെയ്തുപോയ തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് ദാവീദ് പശ്ചാത്തപിക്കുന്ന ഒരു സങ്കീർത്തനം കൂടിയാണ് 30-ാമത്തെ സങ്കീർത്തനം. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം 2 ശമൂവേൽ 24-ാമത്തെ അധ്യായത്തിൽ ഈ സങ്കീർത്തനത്തിന്റെ ചരിത്രത്തെ പറ്റിയും ഈ സങ്കീർത്തനം രചിക്കുവാനിടയായ കാലഘട്ടത്തെ പറ്റിയും വളരെ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം ഇപ്രകാരമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മളൊക്കെയും പലപ്പോഴും
നമുക്കൊക്കെയും ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാകുമ്പോൾ, നമുക്ക് കുറച്ച് സുഖ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാം ഞാനും എൻ്റെ കുടുംബവും അല്ലെങ്കിൽ ഞാനും എൻ്റെ മക്കളുടെയും കഴിവാണ് എന്ന് എപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ ഈ ദാവീദിന്റെ ജീവിതത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. ദാവീദ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തനായിരുന്നു. അദ്ദേഹത്തിന്റെ രാജധാനിയിലേക്ക് യഹോവ എത്തിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ ദൈവമാണ് ദാവീദിനെ വഴി നടത്തിയതെന്നുള്ള ചിന്ത ഒരു സമയത്ത് ദാവീദ് മറന്നുപോയി. എന്നാൽ ദാവീദ് തന്റെ പ്രശ്നങ്ങൾ മറക്കുമ്പോഴൊക്കെ ദൈവത്തോട് അടുത്ത് ചെന്ന് പശ്ചാത്തപിച്ച് അനുഗ്രഹം പ്രാപിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമ്മൾ ചെയ്യാറില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു പോരായ്മ. പലപ്പോഴും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പറ്റുമ്പോൾ അതിനെ അങ്ങ് മറന്നു കളയുവാനാണ് നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുള്ളത്. എന്നാൽ ഈ ദാവീദ് രാജാവ് എപ്പോഴും ദൈവത്തോട് കൂടെ നടക്കുവാനും ചേർന്ന് നിൽക്കുവാനാണ് ദാവീദിന് ഏറെ ഇഷ്ടം. അതുകൊണ്ട് ദാവീദിനെ ദൈവം പലപ്പോഴായി ഉയർത്തുന്നതായി വേദപുസ്തകം അവിടെ സാക്ഷിക്കുന്നുണ്ട്. ഇവിടെ ഒരു വലിയ പ്രശ്നത്തിലൂടെ ദാവീദ് കടന്നു പോവുകയാണ്. തൻ്റെ അവിടുത്തെ രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതും അവിടുത്തെ യുദ്ധങ്ങൾ ജയിക്കുന്നതുമെല്ലാം യഹോവ മുൻപിൽ നിന്നുകൊണ്ട് ദാവീദിനെ സഹായിക്കുന്നുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യഹോവയുടെ ഉദ്ദേശം അനുസരിച്ചാണ് അവിടുത്തെ രാജ്യഭരണം ദാവീദിന്റെ ഭരണം വരെ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഒരു സമയത്ത് ദാവീദിന് തോന്നി, ദൈവത്തിന് സ്തോത്രം, ഈ വിജയങ്ങളെല്ലാം ഉണ്ടായത് എൻ്റെ ബാഹുബലം കൊണ്ടും എൻ്റെ സൈന്യബലം കൊണ്ടും ഒക്കെയാണെന്ന് ദാവീദ് അങ്ങ് വിചാരിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദാവീദ് തൻ്റെ നായകനായ യോബാബിനോട് പറയുകയാണ്, ഈ രാജ്യത്തെ, ഇസ്രയേൽ രാജ്യത്തെ, ദാൻ മുതൽ ബർശേബ വരെയുള്ള സ്ഥലത്തെ ജനങ്ങളുടെ കണക്ക് ഒന്ന് എടുക്കണം എന്ന് പറയുകയാണ്. നമുക്കറിയാം, ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻസസ് എടുക്കുവാനായിട്ട് തൻ്റെ സേനാനായകനെ ദാവീദ് ചുമതലപ്പെടുത്തുകയാണ്. അങ്ങനെ പക്ഷേ അപ്പോൾ അവിടുത്തെ സേനാനായകൻ പറയുന്ന ഒരു കാര്യമുണ്ട്, യഹോവ അതിനപ്പുറവും ചെയ്തു തരുമല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഇതെന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിലും രാജകൽപ്പനയെ ധിക്കരിക്കാതെ അദ്ദേഹം സേനാനായകൻ ഈ കണക്കുകൾ എടുക്കുവാൻ വേണ്ടി ആ രാജ്യത്തൂടെ പോവുകയാണ്. അവിടുത്തെ കണക്കുകൾ എടുത്ത് രാജാവിന് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ദാവീദ് രാജാവിന്റെ ഉള്ളിൽ ഒരു കുത്തുകൊണ്ടു. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോഴും അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളിൽ നമ്മൾ പോയി ചാടുമ്പോഴും അങ്ങനെ അല്ലായിരുന്നു, അത് വേണ്ടായിരുന്നു, ദൈവത്തിന് അത് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നി നമുക്ക് ഉള്ളിൽ ഒരു കുത്തു കൊള്ളാറുണ്ട്. ദൈവവചനം ഉള്ളിലുള്ളവർക്ക് ആ കുത്തൽ അനുഭവപ്പെടുന്നു എന്നത് യാഥാർത്ഥ്യമായ കാര്യമാണ്. അങ്ങനെ ദാവീദിന്റെ ജീവിതത്തിലും ഒരു ഹൃദയത്തിൽ ഒരു കുത്ത് ഉണ്ടായി. ഞാൻ ചെയ്തത് ശരിയാണോ എന്നുള്ള ഒരു വൈമനസ്യം അദ്ദേഹത്തിനുണ്ടായി. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം അന്നത്തെ പ്രവാചകനായ ഗാദ് പ്രവാചകൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ യഹോവയുടെ ആലോചന പ്രവാചകൻ ദാവീദിനോട് പറയുകയാണ്. 3 കാര്യങ്ങൾ ദാവീദിനോട് പറയുന്നതായി 2 ശമൂവേൽ 24-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അതും കൂടെ ഈ സങ്കീർത്തനം പഠിക്കുന്ന കൂട്ടത്തിൽ അതും കൂടെ വെച്ച് പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം, യഹോവയ്ക്ക് ഇത് അനിഷ്ടമായി തോന്നി, അതുകൊണ്ട് ഇതിനൊരു ശിക്ഷ അദ്ദേഹം രാജാവിന് കൽപ്പിക്കുകയാണ്. എന്നാൽ ഗാദ് പ്രവാചകൻ പറഞ്ഞു, അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്ത്, ഈ ഒരു ദേശത്ത് വലിയ ഒരു മഹാമാരിയെ മഹാമാരി ഉണ്ടാവുകയാണ്. ഏകദേശം 70,000 പേരോളം ഒരു ദിവസം അവിടെ മരണത്തിന് കീഴ്പ്പെടുകയാണ്. നമുക്കറിയാം, ഒരു രാജ്യത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടുത്തെ രാജാവിനും ജനങ്ങളുടെ മേൽ ഉത്തരവാദിത്തമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദാവീദ് കമിഴ്ന്നു വീണ് ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അതിനൊരു ഉപാധി അവിടെ ഗാദ് പ്രവാചകൻ പറയുകയാണ്. അവിടെ ഒരു യാഗപീഠം പണിത് അവിടെ ഒരു ആരാധന നടത്തുവാനായിട്ട് ദാവീദ് ഒരുങ്ങുമ്പോൾ ദൈവം ദാവീദിനോട് ക്ഷമിക്കുന്നതായ ഒരവസ്ഥയാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ 30-ാമത്തെ സങ്കീർത്തനത്തിൽ എന്നെ ഏറെ ചിന്തിപ്പിച്ച 3 കാര്യങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു എന്നാണ് ഒന്നാമതായി ആ ദൈവത്തിന് സ്തോത്രം ആ ഒരു സങ്കീർത്തനം തുടങ്ങുന്നത്. അപ്പോൾ ദാവീദ് ദൈവത്തെ പുകഴ്ത്തുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ ദാവീദിന് 3 കാരണങ്ങളെ ദൈവത്തിന് സ്തോത്രം അവിടെ നിർത്തുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. 3 കാര്യങ്ങള് ദാവീദ് അവിടെ പറയുന്നുണ്ട്. ഒന്നാമതായി ദാവീദ് പറയുന്നതാണ്, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു.
എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിക്കാൻ നീ ഇടയാക്കിയതുമില്ല. ഒന്ന് ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദാവീദ് പറയുകയാണ്, യഹോവ ദാവീദിനെ ഉദ്ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, മറ്റൊരു സ്ഥലത്ത് ദാവീദ് പറയുന്നുണ്ട്, നാശകരമായ കുഴിയിലാണ് ഞാൻ കിടന്നത്, കുഴഞ്ഞ ചേറ്റിലാണ് ഞാൻ കിടന്നത്, അവിടെ നിന്നും യഹോവ എന്നെ കൈപിടിച്ച് ഉയർത്തിയതാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്നെ ഉദ്ധരിച്ച ആ ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ട് ദാവീദ് എഴുതിയ ഈ ഒരു സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുകയാണ്, ദൈവത്തെ പുകഴ്ത്തുന്നതിന്റെ ഒന്നാമത്തെ കാരണം, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു, എൻ്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സന്തോഷിക്കുവാൻ നീ ഇടയാക്കിയതുമില്ല. രണ്ടാമതായി, എൻ്റെ ദൈവമായ യഹോവയെ ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കി. ദൈവത്തിന് സ്തോത്രം. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ സൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നമ്മളെ പല ആപത്തിൽ നിന്നും ദൈവം നമ്മെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അതിനൊക്കെ ദൈവത്തിന് സ്തുതി കരയേറ്റുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇവിടെ ഇസ്രായേലിന്റെ രാജാവായ ദാവീദ് പറയുകയാണ്, ഞാൻ എൻ്റെ രോഗത്തെ മാറ്റിയ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു എന്ന് പറയുകയാണ്. അതായത് മൂന്നാമതായി അവിടെ പറയുകയാണ്, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു, ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തെ ആ ഒരു പദം വളരെ പ്രാധാന്യമുള്ളതാണ്. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്നും കരയേറ്റിയിരിക്കുന്നു. പാതാളം എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ ഒരു അവസ്ഥയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മരണത്തിൻ്റെ അവസ്ഥകൾ കടന്നു വന്നപ്പോൾ ദൈവം നമ്മെ എത്രയോ പ്രാവശ്യം രക്ഷിച്ചിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം നമ്മളെ കരുതിയിട്ടുണ്ട് എന്ന് നമ്മൾ വിസ്മരിച്ചു പോകരുത്. ഈ മൂന്ന് കാര്യങ്ങളാണ് ദൈവത്തിന് സ്തോത്രം ദാവീദ് ദൈവത്തിനെ പുകഴ്ത്തുന്നതിന് കാരണമായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, അവസാനം ഈ 11-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തന്നു. ഏകദേശം 70,000 പേരോളം ഒരു ദിവസം മരിച്ചു വീണ ഒരു രാജ്യത്തെ വിലാപം, ആ വിലാപം എല്ലാം കഴിഞ്ഞ് ദൈവം അതിനെ ക്ഷമിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ എഴുതിയ ഈ ഒരു 30-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുകയാണ്, എൻ്റെ വിലാപത്തെ നീ എനിക്ക് നൃത്തമാക്കി തന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാലും ദൈവം നമ്മുടെ വിഷമങ്ങളെല്ലാം സന്തോഷമാക്കി തരാനുള്ള ഒരു ഉപാധി ദൈവത്തിനുണ്ട്. ദൈവം നമ്മളെ മക്കളെ പോലെ കരുതുന്ന ദൈവത്തിന് നമ്മൾ വിഷമിക്കുന്ന ഒരിക്കലും ദൈവത്തിന് ഇഷ്ടമല്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, മക്കളെങ്കിലും അവകാശികളാകുന്നു എന്ന് പുതിയ നിയമം പറയുമ്പോൾ നമ്മൾ ഓർക്കുക, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ പതറിപ്പോരുത്. ദൈവത്തിന് മുമ്പാകെ ഉറച്ചു നിൽക്കുവാൻ ദാവീദിനെ പോലെ നമ്മുടെ ജീവിതത്തിന് സാധിക്കണമെന്ന് ഈ വേദപുസ്തകത്തിലെ ഈ 30-ാമത്തെ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. മരണകരമായ രോഗാവസ്ഥയിൽ നിന്ന് ദാവീദിനെ രക്ഷിച്ച ദൈവത്തിന് സ്തോത്രം. രോഗത്തിൽ നിന്ന് സൗഖ്യത്തിലേക്കുള്ള ആ വളരെ വലിയ ദൈവത്തിന് സ്തോത്രം, ആ ഒരു അവസ്ഥ ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ദാവീദ് ദൈവത്തെ പാടി പുകഴ്ത്തുകയാണ്. പിന്നെ എനിക്ക് 2 ശമൂവേൽ 24-ാം അധ്യായത്തിൽ എന്നെ സ്വാധീനിച്ച മറ്റൊരു കാര്യമുണ്ട്. കാരണം ഇതിന് ഒരു ഉപാധിയായി തൻ്റെ ജീവിതത്തിൽ അങ്ങനെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഒരു യാഗം കഴിക്കുവാനായിട്ട് ഗാദ് പ്രവാചകനിലൂടെ ദൈവത്തിന് സ്തോത്രം ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രാപിച്ച ദാവീദ്, ദൈവത്തിന് സ്തോത്രം, ദാവീദ് യബൂസ്യനായ അരമയുടെ കളം വിലയ്ക്ക് വാങ്ങുന്നതായി വേദപുസ്തകത്തിൽ അവിടെ ആ 24-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അവിടെ വിലയ്ക്ക് വാങ്ങാൻ ചെന്നപ്പോൾ നമുക്കറിയാം, ഒരു ഭൃത്യന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു രാജാവ് ഒരാളുടെ അടുത്ത് എന്ന് വെച്ച് എനിക്ക് യാഗം കഴിക്കാൻ സ്ഥലം തരണമെന്ന് പറഞ്ഞാൽ വളരെ ഫ്രീ ആയിട്ട് അത് നമ്മൾ രാജാവിന് കൊടുക്കും. എന്നാൽ ദൈവത്തിന് സ്തോത്രം, എന്നാൽ ദാവീദ് പറയാണ്, എനിക്ക് വിലയ്ക്ക് മതി ആ സ്ഥലം, ആ യാഗം കഴിക്കുവാനുള്ള സ്ഥലം. ആ ഒരു സ്ഥലം ഒരാളോട് ചോദിക്കുമ്പോൾ ആ സ്ഥലം എനിക്ക് വിലയ്ക്ക് മതി എന്ന് ദാവീദ് പറയുകയാണ്. കാരണം വില കൊടുക്കാതെ ആരാധിക്കുവാൻ, ദൈവത്തിന് വേണ്ടി വില കൊടുക്കുന്ന ഒരു ദാവീദിനെയും നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമ്മൾ ഓരോരുത്തരും ഓർക്കുക, ദൈവത്തിന് വേണ്ടി വില കൊടുക്കുന്ന ഞാനും നിങ്ങളും ദൈവത്തിന് വേണ്ടി വില കൊടുക്കുവാൻ തയ്യാറായാൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. 30-ാമത്തെ സങ്കീർത്തനം 11-ാമത്തെ വാക്യത്തിൽ നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തന്ന ഒരു ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ ഇത്രയും കാലത്തെ ജീവിതത്തിൽ നമ്മൾ എത്രയോ അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കാം നാളത്തെ ജീവിതം ഒരു പക്ഷേ ഇങ്ങനെയാണോ, അല്ലെങ്കിൽ എനിക്കെന്താണ് ഇങ്ങനെ വന്നത് എന്നൊക്കെ പറയും. പക്ഷേ നാളെ രാവിലത്തെ ഒരു
അന്തരീക്ഷമല്ല ദൈവം നമുക്ക് വൈകുന്നേരം നൽകുന്നത്. കാരണം രാവിലത്തെ അവസ്ഥകളിൽ നിന്നൊക്കെ ദൈവം നമുക്ക് മാറ്റം വരും. നമ്മൾ പ്രാർത്ഥിക്കും തോറും, നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്തിരുമ്പോഴും ദൈവം നമ്മെ കൂടുതൽ നമ്മളിലേക്ക് അടുത്ത് വരികയും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിരാശകളും എല്ലാം മാറി പ്രത്യാശയുള്ള ഒരു ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുമെന്നതിൽ തർക്കമില്ല. 30-ാമത്തെ ഈ ഒരു സങ്കീർത്തന ഭാഗത്തിൽ നിന്ന് ഇത്രയും നേരവും ദൈവവചനം സംസാരിക്കുവാൻ ബലഹീനായ എന്നെ ബലപ്പെടുത്തിയ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ദൈവവചനം ആധികാരികമായി പഠിച്ചിട്ടില്ല. എനിക്ക് ദൈവം തരുന്ന വചനങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്ക് ഉള്ള കമൻറ്റുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാം ജീവിതത്തിൽ രട്ടെടുക്കേണ്ട അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. അതെല്ലാം മാറ്റി ദൈവം നമ്മെ ആനന്ദ തത്വത്തിലേക്ക്, ആനന്ദ സ്തോത്രഗാനങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.